പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്നു വന്നിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ CJPയുടെ സമരം വലിയ അക്രമത്തിൽ ഇന്നലെ കലാശിച്ചിരിക്കുകയാണ്. നിരവധി പോലീസ് വാഹനങ്ങൾ, സാധാരണക്കാരുടെ വാഹനങ്ങൾ തുടങ്ങിയവ തകർക്കപ്പെട്ടു. നിരവധി ഏതാണ്ട് 50-ൽ കൂടുതൽ പോലീസുകാർക്ക് പരിക്കേറ്റു. അങ്ങനെ രാജ്യ തലസ്ഥാനം അടുത്തിടെ കണ്ട ഏറ്റവും വലിയൊരു അക്രമത്തിന് ഇന്നലെ സാക്ഷ്യം വഹിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തിൽ തുടക്കം മുതൽ തന്നെ പ്രകോപനം ഉണ്ടാക്കാനുള്ള വളരെയധികം ശ്രമങ്ങൾ നടന്നിരുന്നു. ആദ്യം ദില്ലിയിൽ ഏതൊരു സമരം നടത്താനും രേഖാമൂലം 7 ദിവസത്തെ അറിയിപ്പ്, 7 ദിവസം മുന്നേ അറിയിപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി ഇങ്ങനൊരു സമരം നടത്തുന്ന സമയത്ത് അവരെ 7 ദിവസം മുമ്പേ അറിയിപ്പ് നൽകിയിരുന്നില്ല. അവർ 2 ദിവസം മുമ്പാണ് ഈ അറിയിപ്പ് നൽകിയത്. എന്നിരുന്നാലും ദില്ലി പോലീസ് ഈ സമരത്തിന് അനുമതി നൽകി. അങ്ങനെ അവർക്ക് പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവിടെ അടഞ്ഞു. രണ്ടാമത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുന്ന സമയത്ത് രാജ്യത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ചില കേസുകൾ, ആ കേസുകളിൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യുമെന്നും അതിനെ തുടർന്നൊരു പ്രകോപനം ഉണ്ടാക്കാം എന്നുള്ള ഒരു ശ്രമം, ആ ശ്രമത്തെ അഭിജിത്ത് ദീപ്കയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് അവിടെയും ആ വലിയ പ്രകോപനത്തെ തടയുകയാണ് ഉണ്ടായത്. രാജ്യത്തെ യുവാക്കളെ തെരുവിലിറക്കണം, അതുവഴി ഒരു വലിയ പ്രതിഷേധം നടത്തണം എന്നൊക്കെ തീരുമാനിച്ചു തുടങ്ങിയ ഈ സമരം ആദ്യ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ദേശീയ മാധ്യമങ്ങൾക്ക് ആ സമരത്തിന് വലിയ താല്പര്യമില്ലാതെയായി, അവർ റിപ്പോർട്ട് ചെയ്യാതെയായി. കേരളത്തിലെ ചില ചുരുക്കം മാധ്യമങ്ങൾ മാത്രമാണ് ഈ സമരം കൃത്യമായിട്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സമാധാനപരമായിട്ട് ഈ സമരം മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ ഈ സമരത്തിൽ സോനം വാങ്ചുക് അദ്ദേഹം നിരാഹാരമിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോടതി ഇടപെടലോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഉണ്ടായി. ഒന്നാലോചിക്കണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല, റിമാൻഡ് ചെയ്തില്ല, അദ്ദേഹത്തെ കോടതി ഇടപെട്ടിട്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഈ സമരത്തിലേക്ക് ഐക്യദാർഢ്യവുമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കൾ ഒക്കെ വരികയുണ്ടായി. തുടർന്ന് ഈ സമര നേതാക്കൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ചിലാണ് വലിയ തോതിൽ അക്രമവും അതേപോലെ തന്നെ വാഹനങ്ങൾ തകർക്കലും പോലീസിനെതിരെയുള്ള അക്രമവും ഒക്കെ ഉണ്ടായി. നീറ്റ് പരീക്ഷ ക്രമക്കേടിന് എതിരെ എന്നുള്ള രീതിയിൽ ആരംഭിച്ച ഈ സമരത്തിൽ ഇന്നലെ ഉയർന്നു വന്നിട്ടുള്ള പല മുദ്രാവാക്യങ്ങളും, അത് FCRI ഭേദഗതി പിൻവലിക്കുക, 370 ആർട്ടിക്കിള് പുനഃസ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ സമരത്തിൽ ഇന്നലെ ഉയർന്നത്. അതേപോലെ തന്നെ കൗതുകകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാഴ്ച, ഈ സമരത്തിൽ അക്രമം നടത്തിയതിൽ കോൺഗ്രസിൻ്റെ പതാക പിടിച്ച പല ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടി കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ച് രാജ്യം ചർച്ച ചെയ്യാതെ പോകുമായിരുന്ന ഒരു സമരം, ആ സമരത്തിന് ജനശ്രദ്ധ, മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ അവിടെ ദില്ലിയിൽ ജന്തർ മന്ദറിൽ അരങ്ങേറിയത്. ഒന്നാലോചിക്കണം, പാർലമെന്റ് ആക്രമണം, തീവ്രവാദികളുടെ ആക്രമണം നടന്നതിന് ശേഷം പാർലമെന്റ് ഹൈ സെക്യൂരിറ്റി സോണാണ്. ആ ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള ശ്രമം, അത് രാജ്യത്തിനെതിരെയുള്ള വലിയ കലാപശ്രമമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ പോലീസ് നേരിട്ടത്.
അതുമാത്രമല്ല, നിരവധി പോലീസുകാർക്ക്, നിരവധി വാഹനങ്ങൾക്ക് പരിക്ക് പറ്റി. പോലീസുകാർക്ക് പരിക്ക് പറ്റി, വാഹനങ്ങൾക്ക് കേടുകൾ സംഭവിച്ചു, പോലീസ് വാഹനങ്ങൾക്ക് കേടുകൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇതിനെ പൊതുമുതൽ നശിപ്പിക്കാൻ, നമുക്ക് ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായിട്ട് രാജ്യം ഭരിക്കുന്ന സർക്കാർ അവരുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് മോദിക്ക് എതിരെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെയോ ആർക്ക് എതിരെ വേണമെങ്കിലും സമരം ചെയ്യാം. അത് സമാധാനപരമായിട്ട് സമരം ചെയ്യും. അതേ സമയത്ത് രാജ്യത്ത് കലാപമുണ്ടാക്കുവാനും രക്തച്ചൊരിച്ചിലുണ്ടാക്കുവാനും രാജ്യത്തിൻ്റെ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറുവാനും ഒക്കെ എതിരെയുള്ള ശ്രമം, അത് രാജ്യത്തിനെതിരെയുള്ള കുറ്റമായിട്ട് തന്നെ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള കുറ്റമായിട്ട് തന്നെ കാണും. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നലെ ഇത്ര വലിയ അക്രമം നടന്നിട്ട് ഏതാണ്ട് 70-ൽ പരം ആളുകളെ കസ്റ്റഡിയിലെടുത്തു. അതേപോലെ തന്നെ ഇത്തരം അക്രമങ്ങൾ ആര് നടത്തിയാലും അവർക്കെതിരെ നടപടി ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, CAA ഇതിനെതിരെ കലാപം നടന്ന സമയത്ത് 59ഓളം ആളുകൾ മരിച്ച ആ വലിയ പ്രക്ഷോഭത്തിൽ ജയിലിൽ പോയിട്ടുള്ള ഉമർ ഖാലിദ് കേരളത്തിന് സ്വാതന്ത്ര്യം വേണം, കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി വലിയ കലാപം, വലിയ സമരം എന്നുള്ള രീതിയിൽ വലിയ കലാപം നടത്തി 59-ൽ പരം ആളുകളെ കൊന്നിട്ടുള്ള ഉമർ ഖാലിദ് എത്രയോ വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. കാരണം രാജ്യത്തിനെതിരെ ചെയ്തിട്ടുള്ള ഒരു കുറ്റമാണ്. ഇതേപോലെ തന്നെ ഈ അക്രമത്തെ സർക്കാർ ഗൗരവത്തിൽ തന്നെ കാണും. കാരണം ഇത് രാജ്യത്തിൻ്റെ ഭീഷണിയായിട്ടുള്ള, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അതേപോലെ രാജ്യത്തിനെതിരെയുള്ള ഒരു അക്രമമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഈ അവസരത്തിൽ ഒരു കാര്യം ആലോചിക്കണം. ED ഉദ്യോഗസ്ഥരെ കേരളത്തിൽ തടഞ്ഞ സമയത്ത് അവരെ ആ കേസിൽപ്പെട്ട് അകത്ത് പോയിട്ടുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ഇത് രാജ്യത്തിനെതിരെയുള്ള കുറ്റമായിട്ടാണ് കാണുന്നത് എന്നാണ് കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഇത്തരം അക്രമങ്ങൾ ഏർപ്പെടുമ്പോൾ അത് രാജ്യത്തിനെതിരെ ആയിരിക്കും എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സമരത്തിൽ പങ്കെടുത്തവർക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന നിയമപരമായിട്ടുള്ള ശിക്ഷയും അതും വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പാറ്റകളുടെ സമരത്തിന് പിന്തുണയുമായിട്ട് കേരളത്തിൽ നിന്നും കുറച്ചു പേര് പോയി. നമ്മുടെ ചാനൽ അവതാരകയായിട്ടുള്ള രഞ്ജിനി ഹരിദാസ്, അതേപോലെ തന്നെ ശ്രീമതി ടീച്ചർ, അവരൊക്കെ പോകുന്ന രാഷ്ട്രീയക്കാരാണ്, നമുക്ക് പോകുന്ന മനസ്സിലാക്കാം. ഈ രഞ്ജിനി ഹരിദാസ് ഒക്കെ ഇത്തരം ഒരു പരിപാടികളിൽ പോയിട്ട് രാജ്യത്ത് ഏകാധിപത്യ ഭരണമാണ്, ജനാധിപത്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കുറച്ച് സാമൂഹിക ജീവികളുണ്ട്, ചില ബുദ്ധിജീവികൾ, ചില എഴുത്തുകാർ. അവർ കേരളത്തിൽ ഒരു സമരം നടന്നാലും കാണില്ല. കേരളത്തിൽ അടുത്ത കാലത്ത് ആശാ വർക്കർമാരുടെ സമരം നടന്നു. അതൊരു നിസ്സാരമായിട്ടുള്ള കൂലി വർധനവിന്, ശമ്പള വർധനവിന് വേണ്ടിയിട്ടാണ് ആ സമരം നടന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. അതുപോലെ തന്നെ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നടന്നു. അവർ മുട്ടിലെഴിഞ്ഞ് പ്രതിഷേധിച്ചു. അത് അവർക്കൊരു തൊഴിലിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ഇതിനൊക്കെ എതിരെ ഒരു വാക്കുമിണ്ടാതെ, ഇതിനെതിരെ ഒരു അനുകൂലമായിട്ടൊരു പ്രസ്താവന പോലും ഇറക്കാതെ കേരളത്തിലുള്ള ചില സാംസ്കാരിക ജീവികൾ, ചില ബുദ്ധിജീവികൾ, ചില എഴുത്തുകാർ, ഇവരൊക്കെ കേരളത്തിന് പുറത്ത് വടക്കേന്ത്യയിൽ ഒരു നായയ്ക്ക് ഒന്ന് കുര വന്നാൽ പോലും, ഒരു നായ കുരച്ചാൽ പോലും പ്രതിഷേധിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില ആളുകൾ ഇന്നലെ ദില്ലി സമരത്തിൽ അവരും അവിടെ പോയിട്ട് അവരുടേതായിട്ടുള്ള ചില പ്രസ്താവനകളും ചില സമര ഐക്യദാർഢ്യങ്ങളും ഒക്കെ കാണിച്ചു. പക്ഷെ കേരളത്തിലെ വിഷയങ്ങളൊന്നും നമ്മളിത് കാണാറുമില്ല. എന്തായാലും ഇത്രയും വലിയൊരു അക്രമം നടത്തിയ ആളുകൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും. ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധിക്കുന്നതിലും സമരം ചെയ്യുന്നതിലും ഒന്നും തെറ്റില്ല. അത് സമാധാനപരമായിട്ടുള്ള സമരമായിരിക്കണം, പ്രതിഷേധമായിരിക്കണം. അല്ലാതെ ഉള്ള പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള, അതേപോലെ പോലീസിനെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള, പോലീസിൻ്റെ വാഹനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള വലിയ തോതിലുള്ള അക്രമത്തെ രാജ്യത്തിനെതിരെയുള്ള അക്രമമായിട്ട് തന്നെ കാണും. അതിന് തക്കതായ ശിക്ഷ അവർക്ക് കിട്ടും. അതിൻ്റെ തുടക്കമാണ് ഇന്നലെ പോലീസ് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനിടയിലും കേന്ദ്ര സർക്കാർ, JP നദ്ദ കേന്ദ്രമന്ത്രി, അദ്ദേഹം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവരുടെ മെമ്മോറാണ്ടം സ്വീകരിച്ചിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെ എന്നുള്ള രീതിയിൽ നടത്തപ്പെട്ട ഈ സമരത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ ഒന്നും തന്നെ നീറ്റ് പരീക്ഷയെ ബാധിക്കുന്നതല്ല, അതിൻ്റെ ക്രമക്കേടിനെ ബാധിക്കുന്നതല്ല. ഇതിലും ആ ക്രമക്കേടിൽ ഏർപ്പെട്ടവർക്കൊക്കെ അവരെല്ലാം ഇപ്പോൾ ജയിലിലാണ്, നിയമ നടപടികൾ നേരിടുന്നു. രാജ്യത്ത് ആദ്യമായിട്ടല്ല ഒരു പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോരുന്നത്. നിരവധി വർഷങ്ങൾ 2014 മുമ്പും നിരവധി തവണ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഇന്ന് ഉള്ള ഒരു വ്യത്യാസം, അവർ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അവർ നിയമ നടപടികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ സമരത്തിൽ ഉയർന്നു വന്ന പല മുദ്രാവാക്യങ്ങളും അത് 370 ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, FCRA ഭേദഗതി പിൻവലിക്കുക, അതുപോലെ RSSനെതിരെയുള്ള മുദ്രാവാക്യം, ഇതൊക്കെയാണ് ഈ സമരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരെ തെറ്റുപറയാൻ സാധിക്കില്ല. ഈ കലാപത്തിലും ഈ അക്രമത്തിലും ഏർപ്പെട്ടിട്ടുള്ളവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശിക്ഷയും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ല, അതിനാരും എതിരുമല്ല എന്ന് സൂചിപ്പിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.